Hello dears. ഇനി നമുക്ക് നോക്കാം what is the difference between inflationary gap and deflationary gap. അപ്പോൾ inflationary gap അതുപോലെ അതിൻ്റെ മറ്റൊരു പേരാണ് expansionary gap. Deflationary gapൻ്റെ മറ്റൊരു പേരാണ് contractionary gap. അപ്പോൾ both inflationary gap and contractionary gaps are derived from Keynesian economics. ഇത് കെയ്നീഷ്യൻ എക്കണോമിക്സിൻ്റെ ഭാഗമാണ്. കെയ്ൻസിൻ്റെ ഇൻകം എംപ്ലോയ്മെൻറ്റ് ഡിറ്റർമിനേഷനിൽ അദ്ദേഹം കൊണ്ടുവന്ന രണ്ട് പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് ഇൻഫ്ലാഷണറി ഗ്യാപ്പ് ആൻഡ് ഡീഫ്ലാഷണറി ഗ്യാപ്പ്. ഇത് ഇക്വിലിബ്രിയം പോയിന്റിൽ നിന്നും ഡീവിയേഷൻ ഔട്ട്പുട്ടിലോ അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡിലോ സപ്ലൈയിലോ അഗ്രിഗേറ്റ് സപ്ലൈയിലോ ഡീവിയേഷൻ സംഭവിച്ചാൽ ഉണ്ടാകുന്ന രണ്ട് പ്രതിഭാസങ്ങളാണ് ഇൻഫ്ലാഷണറി ഗ്യാപ്പ് ആൻഡ് ഡീഫ്ലാഷണറി ഗ്യാപ്പ്. ഹൗ ക്യാൻ യു ഡിഫൈൻ ഇൻഫ്ലാഷണറി ഗ്യാപ്പ്? ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് എക്സീഡ്സ് അഗ്രിഗേറ്റ് സപ്ലൈ ഈസ് കോൾഡ് ഇൻഫ്ലാഷണറി ഗ്യാപ്പ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇക്വിലിബ്രിയം പോയിന്റിൽ അഗ്രിഗേറ്റ് സപ്ലൈനേക്കാൾ എക്സീഡ് കൂടുകയാണെങ്കിൽ ആ ഗ്യാപ്പിനെ പറയുന്ന പേരാണ്, എത്രയാണോ എക്സീഡ് ചെയ്തത് ആ എക്സീഡ് ചെയ്ത ഗ്യാപ്പിനെ പറയുന്ന പേരാണ് ഇൻഫ്ലാഷണറി ഗ്യാപ്പ്. ഓക്കെ, ഇറ്റ് ഈസ് മറ്റൊരു രൂപത്തിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ എക്സസ് ഓഫ് ആൻറ്റിസിപ്പേറ്റഡ് എക്സ്പെൻഡിച്ചർ ഓവർ അവൈലബിൾ ഔട്ട്പുട്ട് അറ്റ് ബേസ് പ്രൈസ്. ഓക്കെ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ബേസ് പ്രൈസ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് ആൻ എക്സസ് ഓഫ് ആൻറ്റിസിപ്പേറ്റഡ് എക്സ്പെൻഡിച്ചേഴ്സ് ഓവർ അവൈലബിൾ ഔട്ട്പുട്ട് ഇസ് കാൾഡ് ഇൻഫ്ലാഷണറി ഗ്യാപ്പ്. നമുക്കറിയാം അഗ്രിഗേറ്റ് ഡിമാൻഡ് അല്ലെങ്കിൽ ആൻറ്റിസിപ്പേറ്റഡ് എക്സ്പെൻഡിച്ചർ ഈസ് ഡിറ്റർമിൻഡ് ബൈ കൺസംഷൻ സേവിങ് പാറ്റേൺ, അതുപോലെ തന്നെ ടാക്സ് സ്ട്രക്ചർ ഓഫ് ദ എക്കോണമി. ഇത്രയും കാര്യങ്ങളാണ് അത് തീരുമാനിക്കുന്നത്, എക്സ്പെൻഡിച്ചർ തീരുമാനിക്കുന്നത്. പക്ഷേ അവൈലബിൾ ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ടെക്നോളജിക്കൽ സ്ട്രക്ചറാണ്. അപ്പോൾ ഇനി നമുക്ക് ഡയഗ്രാം നോക്കാം. ഇൻ ദി ഡയഗ്രാം ഒ എക്സ് ആക്സിസ് വി മെഷർ ഇൻകം, ഒ വൈ ആക്സിസ് കൺസംഷൻ സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റ്, C+S എന്ന് പറയുന്നതാണ് അഗ്രിഗേറ്റ് സപ്ലൈ അല്ലെങ്കിൽ ഔട്ട്പുട്ട്, അവൈലബിൾ ഔട്ട്പുട്ട്. C+I ഇനീഷ്യൽ ഇക്വിലിബ്രിയം അറ്റ് പോയിന്റ് ഇ, C+I ആണ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. Now the economy at equilibrium at point E where aggregate demand is demand അല്ലെങ്കിൽ anticipated expenditure C+I is equal to available output C+S അല്ലെങ്കിൽ aggregate supply at point E. അപ്പോൾ equilibrium level of output is OY0. Suppose economic expenditure increase ചെയ്തു, either investment expenditure or government expenditure, what will happen? Aggregate demand അല്ലെങ്കിൽ C+1 ഷിഫ്റ്റ് ചെയ്യും ടു C+I star lot. ഓക്കെ, അറ്റ് ദിസ് പോയിന്റ് വി നീഡ് ഔട്ട്പുട്ട് Y1 E1 ഔട്ട്പുട്ട്. ആ ഇപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടി ന്യൂ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു C+I star ആണ്. ആ കണ്ടീഷനിൽ സിറ്റുവേഷനിൽ വി നീഡ് E1 Y1 ഔട്ട്പുട്ട്. ബട്ട് ആക്ച്വലി വി ഹാവ് ഔട്ട്പുട്ട് E0 Y0 ഉള്ളൂ. വി നീഡ് E1 Y1 output, but actually we have only E0 Y0 output. അപ്പോൾ the gap between E0 E2 is called inflationary gap. It is due to increase in aggregate demand due to increase in expenditure കൂടിയ കാരണം അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടിയതാണ്, പക്ഷേ അവൈലബിൾ സപ്ലൈ കൂടിയില്ല. ഓട്ടോമാറ്റിക്കായിട്ട് പണപ്പെരുപ്പം കൂടും അല്ലെങ്കിൽ ഇൻഫ്ലാഷണറി ഗ്യാപ്പ് ഉണ്ടാകും. അപ്പോൾ ഇതാണ് ഇൻഫ്ലാഷണറി ഗ്യാപ്പ്. എന്തുകൊണ്ടാണ്, ഹൗ ക്യാൻ വി അവോയ്ഡ് ദിസ് ഇൻഫ്ലാഷണറി ഗ്യാപ്പ്? ദർ ആർ 4 ഇമ്പോർട്ടൻറ്റ് വൈസ്. ഫസ്റ്റ്, വളണ്ടറി സേവിങ്. 2, ആൻ ഇൻക്രീസ് ഇൻ ടോട്ടൽ ഔട്ട്പുട്ട്. 3, ഇൻക്രീസ് ഇൻ ദ ടാക്സ് സ്ട്രക്ചർ. റിഡക്ഷൻ ഇൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, വെരി സിമ്പിൾ. ഇനി what is deflationary gap? It is just opposite of inflationary gap. It is excess of output over expenditure. മറ്റൊരു രൂപത്തിൽ പറയുകയാണെങ്കിൽ എക്സസ് ഓഫ് അഗ്രിഗേറ്റ് സപ്ലൈ ഓവർ അഗ്രിഗേറ്റ് ഡിമാൻഡ്. ഇവിടെ അഗ്രിഗേറ്റ് സപ്ലൈ ആണ് കൂടുതൽ അഗ്രിഗേറ്റ് ഡിമാൻഡിനേക്കാൾ. ഇത് ഡയഗ്രാമാറ്റിക്കലി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഡയഗ്രാം നോക്കുക. ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫാൾ ടു I1. സപ്പോസ് ഇൻവെസ്റ്റ്മെൻറ്റ് കുറയാണ്, C+Iയിൽ നിന്നും C+I star ആയിട്ട് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? എക്സ്പെൻഡിച്ചർ റിഡ്യൂസ് ടു E2
reduced to E1. E1 ആയിട്ട് എക്സ്പെൻഡിച്ചർ കുറയും. എക്സ്പെൻഡിച്ചർ ഫാൾസ് ഷോർട്ട് ഓഫ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഔട്ട്പുട്ട് ബൈ ദ എമൗണ്ട് ഓഫ് E1. ഈ E1 ഉണ്ടല്ലോ, അത്രയും ഗ്യാപ്പ് വരും. അപ്പോൾ ദിസ് ഗ്യാപ്പ് ഈസ് കോൾഡ് ആസ് ഡിഫ്ലാഷണറി ഗ്യാപ്പ്. ഇതും എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാമെന്ന് ചോദിച്ചാൽ റിഡക്ഷൻ ഇൻ സേവിങ്സ്, എ ഡിക്രീസ് ഇൻ ടോട്ടൽ ഔട്ട്പുട്ട്, തേർഡ് റിഡക്ഷൻ ഇൻ ടാക്സ് സ്ട്രക്ചർ ആൻഡ് increased government expenditure. അപ്പോൾ these are the important ways for avoiding deflationary gap. Thank you.